ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ പ്രാവശ്യത്തെ വിഷു ഞങ്ങൾ അപ്പൂപ്പന്റെ ഒക്കെ കൂടെ ആഘോഷിക്കാനായിട്ട് അമ്മ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയ വിഷുക്കണി. അങ്ങനെ ഞങ്ങൾ കണിയൊക്കെ കണ്ട് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് വിഷുക്കഞ്ഞിയാണേ. അരിയുടെ കൂടെ ചെറുപയറും തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത്. നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു കഞ്ഞിയാണിത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് മോടെ കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നേ. അപ്പോഴേക്ക് ഉച്ചയായി. പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കാനായിട്ടിരുന്നു. ഇവർ രണ്ടുപേരും എൻ്റെ കസിൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിക്കാനായിട്ടിരുന്നു. സാധാരണ നമ്മൾ സദ്യക്ക് സാമ്പാർ, അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി അങ്ങനെയുള്ള കറികളൊക്കെയാണല്ലോ നമ്മൾ സദ്യക്ക് ഒരുക്കാറ്. ഞങ്ങൾ എല്ലാ വർഷവും വിഷുവിന് മുരിങ്ങ, ചക്ക, മാങ്ങ, ചേന, ചേമ്പ്, കാച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചാണ് കറിയൊക്കെ ഉണ്ടാക്കാറ്. ഇപ്പോഴാണെങ്കിൽ അതിൻ്റെയൊക്കെ സീസണും കൂടിയാണല്ലോ. ഇപ്രാവശ്യം ഞങ്ങൾ ചക്കയെരിശ്ശേരിയും മത്തങ്ങ കൂട്ടുകറിയും ചക്കയും മുരിങ്ങയ്ക്കയും കൂടെയുള്ള അവിയൽ, ഇഞ്ചിക്കറി, പിന്നെ പരിപ്പും പപ്പടം, ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷു സദ്യയുടെ കറികൾ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിക്കുകയാണേ. ഇത് ഇവിടുത്തെ പട്ടിക്കുഞ്ഞുങ്ങളാണ്. അങ്ങനെ അവരും സദ്യയൊക്കെ ഉണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നേ. ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് മാലിന്യ അമ്പലത്തിൽ ഉത്സവമാണ്.